അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, സൂറത്തു ദുഖാനിലെ 23 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്നീ ക്ലാസ്സിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മൂസ നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പാഠങ്ങളുമാണ് ആയത്തുകളിലൂടെ പറയുന്നത്. മുഹറം മാസം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തെ ഫറോവയിൽ നിന്ന് രക്ഷിച്ച മാസമാണ്. ആ ദിനത്തിൻ്റെ സന്തോഷ സൂചകമായി മുഹറം 10 അശൂറ നോമ്പെടുക്കുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 നോമ്പെടുക്കാൻ പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അശൂറ നോമ്പിന് 4 ഘട്ടങ്ങളുണ്ട് എന്നാണ് പറയുക. ഒന്ന്, മക്കയിൽ റസൂൽ നോമ്പെടുത്തിരുന്നു. സഹാബികളോടത് കൽപ്പിച്ചിരുന്നില്ല. മദീനയിലെത്തിയപ്പോൾ ജൂതന്മാർ നോമ്പെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മൂസയുടെ ഏറ്റവും അടുത്തവർ നമ്മളാണ്, അതുകൊണ്ട് നമ്മൾ നോമ്പെടുക്കണമെന്ന് കൽപ്പിച്ചു. അങ്ങനെ വിശ്വാസികളെല്ലാവരും നോമ്പെടുത്തു എന്നാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തേത്, റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അശൂറ മുഹറം 10 നോമ്പ് ഐച്ഛികമാക്കി. ഇഷ്ടമുള്ളവർ എടുക്കട്ടെ, അല്ലാത്തവർ എടുക്കേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു. പിന്നീട് അവസാന ഘട്ടത്തിൽ ജൂതന്മാരോട് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്ത, അവരിൽ നിന്ന് പൂർണ്ണമായും വ്യതിരിക്തത അനിവാര്യമായൊരു ഘട്ടത്തിൽ അശൂറ നോമ്പിനെക്കുറിച്ചുള്ള സംസാരത്തിൻ്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരാകേണ്ടതുണ്ട്. നമ്മൾ മുഹറം 9-നും 10-നും നോമ്പെടുക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അടുത്ത വർഷത്തിൽ ഞാൻ 9-നും താസുവ നോമ്പെടുക്കുമെന്ന് പ്രവാചകൻ പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത വർഷം മുഹറം ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം മുഹറം 9-നും 10-നും നോമ്പെടുക്കൽ സുന്നത്താണ് എന്നതാകുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് മുഹറം 9, 10. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറം മാസത്തിലെ ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹറം മാസത്തിലെ നോമ്പ്. സാന്ദർഭികമായി ഈ കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നു, അള്ളാഹുവേ, ഇക്കൂട്ടർ അധർമ്മികളാകുന്നു എന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, ഫസ്രി ബി ഇബാദി ലൈലൻ ഇന്നക്കും മുത്തബഉൻ. എങ്കിൽ നീ എൻ്റെ ദാസന്മാരെയും കൊണ്ട് രായ്ക്കുരാമാനം അഥവാ രാത്രി തന്നെ പുറപ്പെടുക. ഇന്നക്കും മുത്തബഉൻ, തീർച്ചയായും നിങ്ങൾ പിന്തുടരപ്പെടും. ബനു ഇസ്രായേൽ സമൂഹത്തിലെ വിശ്വാസികളെയും കൊണ്ട് പുറപ്പെടുക എന്നാണ്. എല്ലാ വിശ്വാസികളായ ആളുകളെ കൊണ്ടും പുറപ്പെടുക. അവരിൽ ഇസ്രായേലുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലം മുതൽ മൂസാ നബിയുടെ ആഗമനം വരെ മുസ്ലിങ്ങളിൽ ചേർന്നു കഴിഞ്ഞിരുന്ന ഈജിപ്തിലെ കോപ്റ്റിക് വംശജരുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിച്ച ദൃഷ്ടാന്തങ്ങൾ കണ്ടും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ ആകൃഷ്ടരായും ഇസ്ലാം സ്വീകരിച്ച ധാരാളം ഈജിപ്തുകാരും ഉണ്ടായിരുന്നു. എല്ലാവരെയും കൊണ്ട് നീ പുറപ്പെടുക, നിങ്ങൾ പിന്തുടരപ്പെടും. ഇത്തബ, പിന്തുടരുക. പിന്നീട് അള്ളാഹു പറയുന്നത്, വത്രുക്കിൽ ബഹറ റഹ്വ, കടലിനെ പിളർന്ന സ്ഥിതിയിൽ വിട്ടേക്കുക. കാരണം ഇന്നഹും ജുന്ദുൻ മോറക്കുൻ, ഈ പടയൊക്കെയും മുങ്ങി ഒടുങ്ങേണ്ടതാകുന്നു. ജുന്ത് സൈന്യം, അവറക്ക യോരിക്കു എന്നൊക്കെ പറഞ്ഞാൽ മുങ്ങുക, വെള്ളത്തിൽ മുങ്ങുന്നതിനാണ് പറയാം. തറക്ക, ഉപേക്ഷിക്കുക. കടലിനെ പിളർന്ന രീതിയിൽ നീ ഉപേക്ഷിക്കുക. ഇതിൻ്റെ ആശയം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ഈ ഒരു ഭാഗത്തേക്ക് നീങ്ങാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ കടലിന് മുമ്പിലെത്തുന്നു. വടി കൊണ്ട് അടിക്കാൻ ആവശ്യപ്പെടുന്നു. തൊട്ട് പിറകിൽ സൈന്യം നിൽക്കുന്ന സമയത്ത് കടൽ 2ആയിട്ട് പിളരുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വടി കൊണ്ടടിച്ച് കടലിൻ്റെ ആ പിളർത്തൽ മാറ്റാൻ ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ നീ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കേണ്ടതില്ല. അതങ്ങനെ പിളർന്ന് തന്നെ നിന്നോട്ടെ. നിങ്ങൾ കടൽ 2ആയി പിളർന്ന് നിങ്ങൾക്ക് ലഭ്യമായ വഴിയിലൂടെ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഫറോവയെയും സൈന്യത്തെയും അതിൽ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. കം തറക്കു മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറോയിൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ കദാലിക ഔറസ്നാഹ ഖൗമൻ ആഖരീൻ. അള്ളാഹു പറയുന്ന കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. എത്രയെത്ര അരുവികളും ആരാമങ്ങളും മണിമേടകളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. കം എത്ര, തറക്ക ഉപേക്ഷിക്കുക എന്നാണ്. ജന്നത്ത്, ഒയൂന്, സുറ, മഖാമിൻ കരീൻ, മഖാമിൻ കരീൻ. എത്രയെത്ര മണിമേടകളാണ്, അരുവികളാണ്, ആരാമങ്ങളാണ്. വനഅമത്തിൻ കാനൂ ഫിഹാ ഫാക്കിഹീൻ. അവർ ആസ്വദിച്ചു പോകുന്ന എന്തെല്ലാം ജീവിത ഐശ്വര്യങ്ങളായിരുന്നു, ഒക്കെയും അവർ പിറകിൽ ഉപേക്ഷിച്ചു പോയി. ഇതത്രേ അവർക്കുള്ള പര്യവസാനം. കദാലിക ഔറസ്നാഹ ഖൗമൻ ആഖരീൻ. ഇവർക്കു ശേഷം അവരുടെ വിഭവസമൃദ്ധിക്ക് മറ്റൊരു ജനത്തെ അവകാശികളാക്കിയെന്നാണ്. ആരാണ് ഈ അവകാശികളെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഫിർഔന് ശേഷം അള്ളാഹു ഈജിപ്തിൻ്റെ അവകാശികളാക്കിയ ഇസ്രായേലിനാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് ഹസൻ ബസരി പ്രസ്താവിക്കുന്നത്. എന്നാൽ ഫറോവ നശിച്ചു, അദ്ദേഹത്തിൻ്റെ വംശം നശിച്ചു. ഈജിപ്തിൻ്റെ അവകാശികളായി തീർന്ന മറ്റു വിഭാഗങ്ങൾ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു എന്നാണ് ഖതാദ പറയുന്നത്. അഥവാ ബനു ഇസ്രായേലുകാരല്ല. എന്തുകൊണ്ടെന്നാൽ ഈജിപ്ത് വിട്ട് ബനി ഇസ്രായേലുകാർ പിന്നീട് എപ്പോഴെങ്കിലും അവിടെ തിരിച്ചെത്തുകയോ അധികാരികളായി തീരുകയോ ചെയ്തതായി ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് മറ്റൊരു ജനതയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ഖതാദ അഭിപ്രായപ്പെടുന്നു. ഫമാ ബക്കത്ത് അലൈഹിമുസ്സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ഒരു പരിഹാസമാണ്, വലിയൊരാക്ഷേപമാണ്. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അവർക്കല്പവും അവസരം ലഭിച്ചതുമില്ല. ഭൂമിയിൽ അങ്ങേയറ്റം നിന്ദ്യമായ നിലപാട് സ്വീകരിച്ച ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ, മയ്യത്ത് നമസ്കരിക്കാൻ, മരണാനന്തര കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുക്കാൻ ധാരാളം ആളുകൾ വരാറുണ്ട്. അത് മനുഷ്യൻ്റെ സ്വാധീനമാണ്. ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകളുടെ മരണശേഷം ധാരാളം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. ചില ആളുകൾ മരിക്കുമ്പോൾ അത്രയൊന്നും ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതവരുടെ സ്വാധീനത്തിൻ്റെ ഫലമാണ്. ഇവിടെ ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കേണ്ട ഒരു നന്മയും അവർ ചെയ്തു വെച്ചിട്ടില്ല, തിന്മകൾ മാത്രമായിരുന്നു എന്ന ഒരു പരിഹാസരൂപം അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ്. അവർക്കൊരവസരവും നൽകിയില്ല. വലഖദ് നജ്ജയ്നാ ബനി ഇസ്രായീല മിനൽ അദാബിൽ മുഹീൻ. ഈ വിധം ഇസ്രായേൽ വംശത്തെ നാം നിന്ദ്യമായ ശിക്ഷയിൽ നിന്ന് അഥവാ ഫറോവയിൽ നിന്ന് മോചിപ്പിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഖുറൈശികൾക്കുള്ള ഒരു അടിയാണ്. എന്നുവെച്ചാൽ അതിരുവിട്ട് നടക്കുന്നവരിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും പദവി ഇതൊക്കെ എന്താണ്? ഉയർന്ന തട്ടുള്ള ഏറ്റവും വലിയ ധിക്കാരികളായ ആളുകൾ അടിവേരോടുകൂടി പിഴുതുമാറ്റപ്പെട്ടു, അടിക്കാട് പോലെ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ ദൈവിക ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് എന്ന വലിയ ചോദ്യം ഖുറൈശി സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കുവെക്കുകയാണ്. വലഖദ് നജ്ജയ്നാ ബനി ഇസ്രായീല മിനൽ അദാബിൽ മുഹീൻ മിൻ ഫിർഔൻ ഇന്നഹു കാന ആലിയൻ മിനൽ മുസ്രിഫീൻ. ഫിർഔനോ അതിക്രമികളിൽ ഏറ്റവും മികച്ചവനായിരുന്നു. വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ. അതറിഞ്ഞുകൊണ്ട് തന്നെ നാം അവരെ ഇതര ലോകരേക്കാൾ പ്രമുഖരായി തിരഞ്ഞെടുത്തു. വഅതൈനാഹും മിനൽ ആയാതി മാ ഫീഹി ബലാഉ മുബീൻ. സ്പഷ്ടമായ പരീക്ഷണങ്ങൾക്കുള്ള ദൃഷ്ടാന്തങ്ങൾ അവരെ കാണിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നു. അഥവാ ഇസ്രായേലിയുടെ നന്മകളും ദൗർബല്യങ്ങളും രണ്ടും അള്ളാഹുവിന് നന്നായിട്ടറിയാം. അവൻ അറിയുകയോ കാണുകയോ ചെയ്യാതെ അവരന്ധമായി തിരഞ്ഞെടുക്കുകയായിരുന്നില്ല. അന്ന് ലോകത്ത് നിലനിന്നിരുന്ന സമുദായത്തിൽ നിന്ന് തൻ്റെ സന്ദേശവാഹകരും ഏകദൈവത്വത്തിൻ്റെ ധ്വജവാഹകരുമാകാൻ അവൻ ഇക്കൂട്ടരെ തിരഞ്ഞെടുത്തുവെങ്കിൽ അന്ന് നിലവിലുള്ള സമുദായത്തിൽ ഈ ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യരായ ജനം അവരാണെന്ന് അവന് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. ധാരാളം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. പ്രവാചകൻ, മൂസാ നബിയുടെ അനുയായികൾ, ഇത് വലിയൊരു പാഠമാണ്. വർത്തമാനകാല ഇന്ത്യയിൽ മുസ്ലിം സമൂഹം കൃത്യമായി പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടത് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ പ്രബോധന രീതികളും ശൈലികളും ആ സമൂഹത്തിൻ്റെ നിലപാടുകളും അതിൻ്റെ പ്രതികരണങ്ങളുമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ ശരിയാവണ്ണം പഠിച്ച്
നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.